നമസ്കാരം. ദിനം പ്രതി നിരവധി തട്ടിപ്പുകൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഇവിടെ കഴിഞ്ഞ 6 മാസം മുമ്പ് 1.5 കോടി രൂപയോളം തട്ടിപ്പ് നടത്തിയ ഒരു മുഖ്യ പ്രതിയുടെ പുതിയ തട്ടിപ്പ് ഞങ്ങൾ പുറത്തുകൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ശിവസേന എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി എന്ന ലേബലിൽ കഴിഞ്ഞ 3 വർഷമായി ശിവസേനയിൽ നിന്നും പിളർന്ന ഒരു വിഭാഗം നേതാക്കൾ ചേർന്ന് രൂപീകരിച്ച ഒരു തട്ടിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ചേർന്നുകൊണ്ട് പുതിയ തട്ടിപ്പുകൾക്ക് രൂപം കൊടുക്കുകയാണ്. റെയിൽവേ റിക്രൂട്ടിംഗ് ബോർഡിന്റെ പേരിൽ ജോലി വാഗ്ദാനം ചെയ്ത് 1.5 കോടി രൂപയോളം തട്ടിയെടുത്ത നെടുമങ്ങാട് സ്വദേശി ചെല്ലംകോട് സുരാജ് എന്നയാൾ. വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, വട്ടപ്പാറ പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും 1.5 കോടി രൂപയോളം പല തവണയായി കൈപ്പറ്റി സദേൺ റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും ഡൽഹിയിലും ചെന്നൈയിലുമായി ഉദ്യോഗാർത്ഥികളെ വിളിച്ചുവരുത്തി മെഡിക്കൽ, സെലക്ഷൻ പ്രോസസ് തുടങ്ങി വ്യാജ വേഷം കെട്ടിയ ഉദ്യോഗസ്ഥരെയും അണിനിരത്തി റെയിൽവേ റിക്രൂട്ടിംഗ് ബോർഡിന്റെ പേരിൽ സീലോട് കൂടിയ വ്യാജ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഈ ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ മുഖേന അയച്ചു കൊടുത്തുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയത്. എന്നാൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈപ്പറ്റി മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ ചിലർ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് അന്ന് മുഖ്യപ്രതി ചെല്ലംകോട് സുരാജിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. എന്നാൽ ഈ കേസിൽ കഴിഞ്ഞ മാസം ജാമ്യത്തിലിറങ്ങിയ ഈ പ്രതി ഭാരതീയ ശിവസേന എന്ന ഈ തട്ടിപ്പ് രാഷ്ട്രീയ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലെ പത്രവാർത്ത കണ്ടതോടെയാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. 2021 ഒരു ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭാരതീയ ശിവസേന ഫൗണ്ടേഷൻ ട്രസ്റ്റിനെ പക്ഷേ അതിന്റെ ഭാരവാഹികൾ അന്നു മുതലേ കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലാണ് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും പ്രചരിപ്പിച്ചു വന്നിരുന്നത്. ശിവസേനയുടെ പേര് ദുരുപയോഗപ്പെടുത്തിയാണ് പലതരത്തിലുള്ള പണപ്പിരിവും ഇവർ നടത്തി വന്നിരുന്നത്. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഒരുപാട് ചെറുപ്പക്കാർ ഇത് രാഷ്ട്രീയ പാർട്ടി തന്നെയെന്ന് തെറ്റിദ്ധരിച്ച് ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ച് വഞ്ചിക്കപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പല ജില്ലകളിലെ പ്രവർത്തകരും രാജിവെച്ച് ഒഴിയുകയും ചെയ്തിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ പോലും അംഗീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത വെറും ഒരു ട്രസ്റ്റിന്റെ രജിസ്ട്രേഷനിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗണേശോത്സവം, പഠന ശിബിരം തുടങ്ങി പല പേരുകളിൽ ഇവർ പണപ്പിരിവ് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി വഞ്ചിതരായ തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം റൂറൽ എസ്.പിക്ക് ഈ തട്ടിപ്പ് രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും ഇതിന്റെ സംസ്ഥാന നേതാവ് എന്ന തട്ടിപ്പ് വീരനെ കുറിച്ചും മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് പരാതി നൽകിയത്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും DGPക്കും കൂടുതൽ പരാതികൾ നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരുടെ പുതിയ തട്ടിപ്പുകളുടെ കഥകൾ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ബ്രേക്കിംഗ് റിപ്പോർട്ട്സ്.